സൂറത്തുൽ അഹ്സാബ് 8-ാമത്തെ ആയത്ത്. വൈദ് അഖദ്ന മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹിം വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയമ വഅഖദ്ന മിൻഹും മീസാഖൻ ഖലീല. അള്ളാഹു പ്രവാചകന്മാരുടെ ഉടമ്പടി അവരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം സ്മരിക്കുക. താങ്കളിൽ നിന്നും, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, അതേപോലെ ഇബ്രാഹിം, മൂസ തുടങ്ങിയ, ഈസ ഇബ്നു മറിയം തുടങ്ങിയ പ്രവാചകന്മാരിൽ നിന്നും ഉടമ്പടി വാങ്ങി. വഅഖദ്നാ മിൻഹും മീസാഖൻ ഖലീല, അവരിൽ നിന്ന് ദൃഢമായ ഒരു ഉടമ്പടിയാണ് നാം വാങ്ങിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ഉടമ്പടി പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാങ്ങി. മറ്റ് ചില പ്രവാചകന്മാരുടെ പേരും ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. മീസാക്ക് എന്നുള്ള പദം ഖുർആനിൽ 25 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ അന്നബിയുടെ കൂടെ ചേർത്തി വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ഉടമ്പടി എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും പല മീസാക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാ മീസാക്കും എല്ലാ സ്ഥലത്തേക്കും യോജിച്ചു വരും. ചില മീസാക്ക് മാത്രം ചില സ്ഥലങ്ങളിലേക്ക് യോജിച്ചു വരികയില്ല. അതേ സമയത്ത് അന്നബീൻ എന്ന് ചേർത്ത് പറഞ്ഞത് 2 സ്ഥലങ്ങളിലാണ്. അപ്പോൾ യുഫസ്സിറു ബാലുഹു ബാല, ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കുന്നു എന്നുള്ള മുസ്ലിങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. അതനുസരിച്ച് ആ മീസാക്ക് എന്താണ് എന്ന്, ആ വാങ്ങിയിട്ടുള്ള കരാർ എന്താണെന്ന് ചില മുഫസ്സിരീങ്ങളിൽ, ഇപ്പം അടുത്ത കാലത്തുള്ള മുഫസ്സിരീങ്ങൾ വരെ അത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അമാനി മൗലവി ഇതിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ആ മീസാക്ക് ഇന്നതാണെന്ന് എഴുതിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ ട്രാൻസ്ലേഷൻ്റെ അടിക്കുറിപ്പിലും ഇതേപോലെ ഒരഭിപ്രായം എഴുതിയിട്ടുണ്ട്, ആ മീസാക്ക് ഇന്നതാണെന്ന്. അന്നബീനെ ചേർത്തി പറഞ്ഞിട്ടുള്ള അടുത്ത മീസാക്കിനെ കുറിച്ചാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവരും പറഞ്ഞിട്ടുണ്ട്. സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഖുർആനിലോ അല്ലെങ്കിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആനിലോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് സ്വീകരിക്കുന്നതല്ല. ഞാൻ സ്വീകരിക്കുന്നത് അന്നബീനെ ചേർത്തി പറഞ്ഞത് ഖുർആനിൽ വേറെ ഒരു സ്ഥലത്തുകൂടിയാണുള്ളത്. അത് സൂറ ആലു ഇമ്രാനിലെ 82-ാമത്തെ വചനമാണ്. 3-ാമത്തെ അധ്യായം 82-ാമത്തെ വചനം. ആദ്യം പറഞ്ഞ 33-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം. അതിൽ പറയുന്നത് വൈദ് അഖദല്ലാഹു മീസാഖൻ നബീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖൻ ലിമാ മഅക്കും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. പ്രവാചകന്മാരുടെ ഉടമ്പടി അവരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം അനുസ്മരിക്കുക. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും നൽകിക്കഴിഞ്ഞാൽ, സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ അതിനുശേഷം വരുന്നതായാൽ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിശ്ചയമായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കണം, നിശ്ചയമായും നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം. അപ്പോൾ പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയ ഉടമ്പടി ഖുർആൻ വിശദീകരിക്കുന്നത് കിതാബും ഹിക്മത്തും നൽകിയതിന് ശേഷം ഒരു ദൂതൻ വരുന്നതായാൽ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്നാണ് പ്രവാചകന്മാരുടെ ഉടമ്പടി പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ അനുയായികൾക്ക് അത് ബാധകവുമാണ്. അതിന് ആ ഉടമ്പടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആ ഉടമ്പടി വാങ്ങിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ഉടമ്പടി വാങ്ങിയതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരേണ്ടതാണെന്ന് ഖുർആൻ കൊണ്ട് മനസ്സിലാകുന്നു. അത് വരാനില്ല, ആരും വരാനില്ലെങ്കിൽ പിന്നെ ഉടമ്പടി വാങ്ങുന്നതിൽ ഒരു അർത്ഥമല്ല, റസൂലുള്ളാഹി എന്ന് വാങ്ങുന്നതിൽ ഒരു അർത്ഥമല്ല. ഇത് നേർക്ക് നേരുള്ളതാണ്, ആലങ്കാരികല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുകൾ പറയണം. അതിനെ സംബന്ധിച്ച് എന്താണ് ആ 2 കരാറിനെ സംബന്ധിച്ച്? ആ 2 കരാറും ഒന്നല്ലല്ലോ. അതിനെ വ്യാഖ്യാനിക്കില്ല. അത് രണ്ടും, ആ 2 കരാറിനെ സംബന്ധിച്ച് ഇബ്നസീർ അഹ്സാബ് സൂറത്തിൽ പറഞ്ഞ കരാറ്, നിങ്ങൾ പറഞ്ഞ കരാർ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ കരാർ വേറെ കരാറാണ്. ഇബ്നു കസീർ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല എനിക്ക് പ്രമാണം. ഞാൻ പറയുന്ന 2 കരാറ്, മീസാക്ക് 25 ഖുർആനിലുണ്ട്, 23 വേറെ കരാറ്. 2 കരാർ അന്നബീനെ ചേർത്തി പറയാണ്. അത് ചേർത്തി പറയുമ്പോൾ അത് രണ്ടും രണ്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ തെളിവാണ് ഇബ്നു കസീറിനെ ഉദ്ധരിച്ച് നിങ്ങൾ പറയേണ്ടത്. ഇബ്നു കസീർ ഈ കരാർ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് തെളിവാവില്ല, ആർക്കും തെളിവാവില്ല.
ഇത് കേട്ടത് ആരാണ് കേട്ടത്? ഏത്? സഹാബാക്കളല്ല. ഞാനും കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നമ്മളും കേൾക്കണ്ടല്ലോ. റസൂലുള്ളാഹിൽ നിന്ന് കേട്ടത് സഹാബാക്കൾ. ഒരു സെക്കൻഡ്. റസൂലുള്ള പറഞ്ഞത് ഈ കരാർ വേറെയാണെന്ന്, അല്ലെങ്കിൽ സഹാബത്ത് പറഞ്ഞ ഏതെങ്കിലും ഒന്ന് എടുത്താൽ ഞാൻ എൻ്റെ വാദം പിൻവലിക്കാം. സഹാബത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. ഏത് ഈ കരാർ? മറ്റേ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് സഹിഹായ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമോ അതിന്? അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റേ ഖുർആന്റെ തഫ്സീറിൽ അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞ സഹാബത്ത് പറഞ്ഞ ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നുള്ളതിന് രേഖ വേണം. ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ പറ്റൂല, വേറെ ആരും പറഞ്ഞാലും പറ്റൂല, സഹിഹായ രേഖ വേണം. ഇല്ല, പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നിങ്ങളത് സ്വീകരിക്കും. ഇബ്നു കസീർ പറഞ്ഞ അംഗീകരിക്കില്ല. ഇല്ല, ഇബ്നു കസീർ പറഞ്ഞൊക്കെ വിഡിത്തങ്ങൾ കുറെ വേറെ ഉണ്ട്, അതൊറ്റക്കല്ലാത്ത ഇഷ്ടം പോലെ എടുത്ത് കാണിച്ചു തരാൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞാലോ? റാസി റളിയല്ലാഹു അൻഹു എനിക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ സഹിഹായ ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിക്കും. ബാക്കി ഉലമാക്കൾ പറഞ്ഞത് എടുക്കണമെന്ന് ഖുർആനും പറഞ്ഞിട്ടില്ല, സഹിഹായ ഹദീസിലും വന്നിട്ടില്ല. അത് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങൾ വളച്ചെട്ടിക്കൊണ്ടേതാ. സഹാബത്തിന് കിട്ടി, സഹാബത്ത് താബീങ്ങൾ കൊടുത്ത്, താബീങ്ങൾ ഇമാമിങ്ങളെടുത്ത്. ആരത് എടുത്തെന്ന് പറഞ്ഞ് എടുത്തോടത്തുനിന്നൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നല്ല, എടുത്തത് എന്തൊക്കെ ഹലാക്കിൻ്റെ എല്ലാ ബല എടുത്തുകൊണ്ട് വന്നിക്കണ്. സാബത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞു വെച്ചിരിക്കണം. അത് ഖുർആൻ തഫ്സീറിൽ എഴുതി വെച്ചിരിക്കണ്. നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഏത് ജ്ഞാനം? ഞാൻ എൻ്റെ ജ്ഞാനല്ല, ഖുർആന്റെ ജ്ഞാനം. അള്ളാഹ് പറഞ്ഞ രണ്ട് കരാർ. ഖുർആനെ മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന പൊതുതത്വവും ഖുർആന്റെ തത്വവുമാണ്. ഖുർആൻ ഒരു ഭാഗം, ഖുർആൻ മറ്റൊരു ഭാഗം അതിനെ വിശദീകരിക്കുന്നുള്ളത്. അത് രണ്ട് ഒന്നാണെന്ന് ഞാൻ പറയുമ്പോഴേ അത് രണ്ടാണെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ജ്ഞാനം കിട്ടിയത്? ഇബ്നു കസീർ ഈ രണ്ട് ഇതല്ലാന്ന് പറഞ്ഞിക്കണോ? ഈ കരാർ അല്ലാന്ന് പറഞ്ഞിക്കണോ? അവരവരുടെ അഭിപ്രായം പറഞ്ഞ ആ കരാറാണെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിയുമോ? അവര് പറയാണ്, ഇബ്നു കസീർ പറയാണ്, ഖുർആനിൽ ഈ പറഞ്ഞ കരാറ് അന്നബി എന്ന് പറഞ്ഞ കരാറ് രണ്ട് അന്നബിയും പറഞ്ഞ കരാറല്ലാന്ന്. ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന ഖുർആനിലെ സൗദി അറേബ്യയുടെ തഫ്സീറിൽ ഇത് രണ്ടും ഒന്നാണെന്ന് എഴുതുമ്പോൾ അതിനെന്തിനാ നിങ്ങൾ ഒഴിവാക്കണേ? ഇബ്നു കസീറിന്റെ മാത്രങ്ങൾ എടുക്കണം എന്തിനാണ്? ഈ രണ്ട് കരാർ ഒന്നാണെന്ന് ഇവിടെ ഖുർആനിനെ എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയും? സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങുന്ന ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാം. സൗദി അറേബ്യയിൽ ഇത് രണ്ടും ഒന്നാണ്. ഒന്നാണെന്ന് എഴുതിയ ഖുർആൻ ഞങ്ങൾക്ക് കാട്ടി തന്നാലോ? സൗദി അറേബ്യയിൽ ഏറുന്ന ഖുർആന്റെ തഫ്സീർ, ഉറുദുവിൽ ഇറങ്ങിയ തഫ്സീറിൽ ഈ രണ്ട് കരാറും ഒന്നാണ് എന്ന് പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനെന്തുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇബ്നു കസീറിനെ എടുത്തിട്ട് ഇതിനെ നിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറയണേ, ഇബ്നു കസീറിനെ നിഷേധിച്ചിട്ട് ഇതാ എടുക്കുന്നത്. രണ്ടുപേരെ മാതിരി തന്നെയല്ലേ? നിങ്ങൾക്കും ഇമാമാണ്, നമുക്കും ഇമാം തന്നെയാണ്. എനിക്കാണെങ്കിൽ കൂടുതൽ തെളിവുള്ളത് രണ്ടും അന്നബീന്ന് വരുന്നുണ്ട്. രണ്ടിലും അന്നബീനെ, രണ്ട് സ്ഥലത്തെ ഖുർആനിലെ അന്നബീനെ കൂട്ടി കരാർ പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ടും ഒന്നാണെന്ന് പറയുമ്പോൾ ഖുർആൻ ഒരു ഭാഗം ഒരു ഭാഗത്ത് വിശദീകരിക്കുമ്പോൾ തത്വം അനുസരിച്ച് ശരിയാണ്. അത് മുഫസ്സിരീങ്ങളിൽ ചില ആളുകൾ പറയുന്നുണ്ട്. അത് അതെടുക്കാതെ ഇബ്നു കസീർ പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞ കരാറും അതേപോലെ തന്നെ മറ്റൊരിടത്ത് പറയുന്ന അല്ല എന്ന് പറയണമെങ്കിൽ നമ്മളിത് തെളിവുണ്ടേ? കാരണം നമുക്ക് ഇപ്പൊ നിങ്ങള് സംസാരം വെച്ച് നോക്കാൻ നമുക്ക് തെളിവിന്റെ ആവശ്യം തന്നെയില്ല. കാരണം എന്തിനാ ഇമാമിയൊക്കെ നോക്കണേ? ഖുർആനിൽ ഡയറക്റ്റ് എടുത്ത് നോക്കിയാൽ പോലെ മതിയല്ലോ. എന്തിനാ പറയുന്ന അടിസ്ഥാനത്തിലല്ല. അള്ളാന്റെ റസൂലും സാബത്ത് അങ്ങനെ തന്നെ ഈ ഇമാമിങ്ങളെ പിന്നാലെ പോകാതിരിക്കാനാ മഹദിമാ വന്നത്. അത് ഞങ്ങൾക്ക് ആരാണെന്നുള്ള നമുക്കറിയാം. എന്താ പറഞ്ഞു? എന്നിട്ട് എന്താ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഒരു ഖുർആൻ വചനം എടുത്തിട്ട് കൊണ്ടുപോയി ചോദിച്ചു കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയത്ര അല്ലാഹു റസൂലാണ്, അല്ലാഹു റസൂലാണ്. അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അറബി അറിയില്ല, ഖുർആൻ അറിയില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് അബൂ ഹുറൈറ ഒരു ആയത്ത് കൊണ്ട് ചോദിക്കുകയും അതിന് ഉത്തരം പറഞ്ഞു ഹദീസിലുണ്ട്. അതിനെന്താ നിങ്ങളാട്ട് ഹദീസ്? വയുതഇമൂന തആമ മിസ്കീനം വയതീമം വാസീറ എന്ന ആയത്തിന് അബൂ ഹുറൈറയ്ക്ക് പഷ്ണി കിടന്നിട്ട് സഹിക്കാൻ വയ്യായിട്ട് ഈ ആയത്തിന് എന്താ വ്യാഖ്യാനം എന്ന് വെച്ചപ്പോൾ അബൂ ഹുറൈറയും ഉമർ ഇബ്നു ഖത്താബും അതിന് വ്യാഖ്യാനം പറഞ്ഞു പോയി എന്ന് ഹദീസിലുണ്ട്. അതിനെന്താ ഉമർ ഇബ്നു ഖത്താബിനോട് ചോദിച്ചപ്പോഴും വ്യാഖ്യാനം പറഞ്ഞു അത് താമ കൊടുക്കലാണ്, മിസ്കിങ്ങൾക്ക് കൊടുക്കണം, അഗതികൾക്ക് കൊടുക്കണം, അർത്ഥം എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം പറയുന്നത് വെസ്പ് സഹിക്കാൻ വയ്യായിട്ടാണ്. അങ്ങനെ ആയത്ത് ചോദിച്ചിട്ടേലും വെസ്പിനെ കുറിച്ച് അറിയിട്ടെ വിചാരിച്ചാൽ ചോദിക്കണം, അല്ല ആയത്ത് അറിയിട്ടില്ല ചോദിക്കുന്നത്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബും അബൂബക്കർ സിദ്ദീഖും അർത്ഥം പറഞ്ഞു പോയി എന്ന് ഹദീസിൽ വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് ഒരു ആയത്തിന് ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നേട്ടാ റസൂലുള്ള അവിടെ കുത്തിരിക്കും. അത് റസൂലുള്ള, അത് സ്ഥാനാണ് റസൂലുള്ളാന്റെ. റസൂലുള്ളാന്റെ ശബ്ദത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുന്ന ഖുർആന്റെ വാക്യുണ്ട്.
അതുകൊണ്ട് റസൂലുള്ള അവിടെ കുത്തിരുവിന് അബൂബക്കർ പറയേണ്ട ആവശ്യമില്ല. അത് റസൂലുള്ളാന്റെ കാലത്ത് ആരെയും ചോദിച്ചാൽ ആ റസൂലുള്ള അവിടെ കുത്തിരുന്ന് റസൂലുള്ളാനോട് ചോദിച്ചെന്ന് പറയും. അത് അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന മഹത്താണ്. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറയണ്ടല്ലോ ഇമാം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഇമാം എവിടുന്ന ഡയറക്റ്റ് സംസാരിച്ചത്? ഇമാം എന്ന് പറഞ്ഞത് നമ്മുടെ വിശ്വാസപ്രകാരം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്തും താബീങ്ങളും ഇവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട്. ഇവരുടെ ഈ ഒരു പരമ്പരയിലൂടെ മാത്രം നമ്മൾ അംഗീകരിക്കുള്ളൂ. മറ്റു തരത്തിൽ നിങ്ങൾ തോന്നിയ മാതിരി, ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയ മാതിരി ഖുർആൻ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ പരമ്പരയിൽ കൂടിയാണ് അംഗീകരിക്കേണ്ടത്. ഒരു മിനിറ്റ് എടമറുകിന്റെ സംഭവം പറഞ്ഞു. എടമറുക് ഖുർആൻ മൊത്തം നോക്കി, എന്നിട്ട് എന്താ ചെയ്തത്? മൂപ്പരായി തഫ്സീർ ഉണ്ടാക്കി, മൂപ്പരായി എഴുതി പരിഭാഷ. അതല്ല ചെയ്തത്. നിങ്ങൾ പറഞ്ഞ ഇമാമിങ്ങൾ എഴുതിയ തഫ്സീറിന്റെ എടുത്ത് എഴുതി, എന്നിട്ട് പറഞ്ഞ് ഈ മുഫസ്സിർ പറഞ്ഞ എങ്ങനെയാണ്, ആ മുഫസ്സിർ പറഞ്ഞ എങ്ങനെയാണ്, ഈ മുഫസ്സിർ പറഞ്ഞ എങ്ങനെയാണ്, എല്ലാ വങ്കന്മാരും പറയുമ്പോൾ ഒറിജിനൽ വങ്കത്തരാണെന്നാണ് എഴുതി. അതാ എഴുതിയത്. നിങ്ങൾ പറഞ്ഞ മാതിരി നേരിട്ട് എഴുതല്ല ഇത്. എടമുറിൻ്റെ ബുക്കുകൾ വായിക്കണം. മീസാനുൽ ഹക്ക് ഉണ്ട്, ക്രിസ്ത്യാനികൾ എഴുതിയത്. അതിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്നും പറയണില്ല, മുസ്ലിങ്ങളുടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ ഇമാമിങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ പറയുന്നത് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ തെറി പറഞ്ഞിരിക്കണതിൽ. ഈ ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് എന്താന്നുള്ള മനസ്സിലാവണം. ഇമാമിങ്ങൾ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ എന്താന്നുള്ള നമുക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് വേറെ ചർച്ച വെക്കാം. അത് അയാൾക്ക് മനസ്സിലാക്കണം, നമുക്ക് മനസ്സിലാക്കണമെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിച്ചത്. ഇടമുറുക് പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന മഹാനായ ഇമാമിങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. മീസാനുലക്ക് അതിനെ കുറിച്ചാണ് യനാബിയുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ബുക്ക്. ഇമാമിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കാം. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുജദ്ദിദല്ലേ? ഇവർക്ക് പ്രവാചകത്വം കൊടുത്തിട്ടൊന്നുമില്ലല്ലോ അല്ലെ? ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോ ഇപ്പൊ ചുരുക്കത്തിൽ മീർസാ ഗുലാം അഹമ്മദ് ഇവരെക്കാളൊക്കെ എത്ര ഉന്നതനാണല്ലോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുജദ്ദിദാണ്, ആണോ? ആണെന്ന്. ഇപ്പൊ ഒരു മുജദ്ദിദിന് തെറ്റുപറ്റും? നബിക്ക് അബദ്ധം പറ്റുന്ന ഖുർആൻ പറയും, പിന്നെ മുജദ്ദിദിന് തെറ്റില്ല അറിയ നിങ്ങൾ? നബിക്ക് വരെ ഗവേഷണപരമായ കാര്യങ്ങളിൽ അബദ്ധം മുജദ്ദിദിന് തെറ്റുപറ്റും. എന്താ പറയണേ? മുജദ്ദിദിന് തെറ്റ് പറ്റൂല എന്ന് ആരെങ്ങളോട് പറഞ്ഞു? തെറ്റ് പറ്റൂല എന്ന് ആളും പറഞ്ഞു. എനിക്കും പറ്റും തെറ്റെന്ന് തന്നെ പറഞ്ഞേ. പക്ഷേ അതിന് തെറ്റിനെ കുറിച്ച് പറഞ്ഞ തെറ്റ് പറ്റുന്ന ഗവേഷണപരമായ കാര്യങ്ങളിൽ ഒരു ഇൽഹാമിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, ഒരു ആയത്തിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അബദ്ധങ്ങൾ പറ്റാം. അത് റസൂലുള്ള ഖുർആനിൽ തന്നെ ഉള്ളതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹ് പറയാണ്, നിന്റെ അഹലിനെ ഞാൻ സംരക്ഷിക്കുന്നു. നൂഹ് നബിയുടെ മകൻ മരിച്ചപ്പോൾ നൂഹ് നബി എന്നെ ചോദിക്കാൻ എൻ്റെ അഹലിനെ സംരക്ഷിക്കുന്ന പറഞ്ഞ മകൻ മരിച്ചല്ലോ. അപ്പോൾ പറഞ്ഞ അഹിൽ ലേസമിൻ അഹലിക്ക് അതാൻ്റെ അഹിൽ പെട്ടതല്ല എന്ന് അള്ളാഹ് തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നൂഹ് നബിക്ക് ഇറങ്ങിയ ഇൽഹാം ഖുർആൻ്റെ ആയത്തിൽ വെച്ചുകൊണ്ട് ആ ആയത്ത് അതിന് അദ്ദേഹം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയതെന്നും പിന്നീട് അള്ളാഹു തിരുത്തി എന്നാണ് പറയുന്നത്. എന്തൊരു വിവരക്കേടാ സംസാരിക്കുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അത് മനസ്സിലായില്ല എന്ന് ലോകത്തുള്ള എല്ലാ മുഫസ്സിറും എഴുതിക്കണം. നിങ്ങളെ വിവരം എനിക്ക് ഇനി മനസ്സിലാണ്ട്. ഈ ആയത്തിന് ഒരു മിനിറ്റ് ഈ ആയത്തിന് ലോകത്ത് വന്ന എല്ലാ മുഫസ്സിറുകളും നൂഹ് നബിക്ക് മനസ്സിലായിട്ടില്ല, അതിന് പിന്നീട് ശേഷമാണ് മനസ്സിലായിരിക്കണേ. അതിനെ വിവരക്കേട് അറിയുമ്പോൾ നിങ്ങളെ വിവരം ഏത് മുഫസ്സിറാ പറഞ്ഞാലും ഇപ്പം എടുത്ത് വെക്കി, ധൈര്യം ഉണ്ടെങ്കിൽ. നൂഹ് നബി അലൈഹി ഇസ്ലാം പൊതുവെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പ്രവാചകന്മാർ ഒരു വിഷയം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കത് തെറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കല്ലേ വേണ്ടി. അതിന് നിങ്ങളെ ഉപദേശമല്ല, ഖുർആന്റെ ആയത്തോത്. സമൂഹത്തിന് ഇപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ് ചെയ്ത്? ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു ചോദിക്കാം. ആദം നബി തെറ്റ് ചെയ്തിട്ടില്ല. ആദം നബി നസിയ ആദം മറന്നു എന്ന് ഖുർആനിലുണ്ട്. ഞാൻ എന്റെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു. ലലംന എന്ന് പറഞ്ഞ അക്രമം എന്നർത്ഥം. ദുൽമ് പറഞ്ഞാൽ വലവ് ഷൈഫി ഗൈരി മഹല്ലിഹി എന്നാണ് അറബിയിലെ അർത്ഥം പറയാം. വെക്കേണ്ട സ്ഥാനത്ത് വെക്കാതെ മറ്റൊരു സ്ഥാനത്ത് വെക്കുക. അത് എന്താണ് അങ്ങനെ വെച്ചത്? നസിയ ആദം മറന്നു എന്നാ ഖുർആൻ പറയണേ. അപ്പൊ ആദം മറന്നത് ഒരു ദുൽമായിട്ടെടുത്ത് ഞാൻ ഖുർആന പറയണേ. അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? വെക്കേണ്ടതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞു വലവ് ഷൈഫി ഗൈരി മഹല്ലി. അത് തെറ്റാണെന്ന് നിങ്ങൾ ആരെയാ പറഞ്ഞത്? ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കാൻ എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞേ എന്ത് അക്രമല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. അക്രമം എന്നത് തെറ്റ് എന്നുള്ളതിനാണ് നിങ്ങൾ എടുത്തു പറഞ്ഞത്. ക്രമം തെറ്റിച്ച് സ്വന്തം ശരീരം, അതായത് സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബ്ബന ഇന്നന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ഇപ്പൊ എവിടെ നിങ്ങൾ എത്തിയതെന്ന് അറിയോ? ആദം തെറ്റ് ചെയ്തെന്ന്. ഇതിന് മുമ്പ് പറഞ്ഞു പ്രവാചകൻ തെറ്റ് ചെയ്യൂലാന്ന്. എന്നിട്ട് അതിന് വാദിച്ചു കൊടുങ്ങാണ്ട് ആദം തെറ്റ് ചെയ്തു അപ്പൊ എന്നോട് ഇങ്ങോട്ട് വായിക്കണേ. ഈ വാലും തലയില്ലാത്ത വാദാണല്ലോ നിങ്ങൾ ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതാണ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലായി, അതായത് ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്ത് എന്നല്ല പറയുന്നത്, മറിച്ച് ആദം നബി അലൈഹി സ്വലാമിന്റെ ആ വിഷയത്തിൽ നമ്മൾ തെറ്റാണെന്ന് ധരിച്ചു. കാരണം നിങ്ങൾ മനസ്സിലാക്കി നൂഹ് നബി തെറ്റാണ്, നൂഹ് നബി അങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലാവുണ്ടോ? നൂഹ് നബി തെറ്റ് ചെയ്തെന്നുള്ളടത്തല്ല നിങ്ങൾ എത്തിച്ചത്. നൂഹ് നബി തെറ്റ് ചെയ്തെന്നല്ല ഞങ്ങളോട് പറഞ്ഞത്. തെറ്റായിട്ട് മനസ്സിലായി. ഗവേഷണപരമായ കാര്യങ്ങൾ ഒരു ഇൽഹാമിനെയും ഒരായത്തിനെയും മനസ്സിലാക്കുന്നത് ഇജ്തിഹാദി ഗലത്തി എന്ന് ടെക്നിക്കൽ ടേമിൽ പറയാം. നിങ്ങളുടെ അഖിലിനെ നാം സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ നൂഹ് നബി മനസ്സിലാക്കിയത് എന്താണ്? തന്റെ മകനും രക്ഷിക്കുന്നു. ഇത് ഒരു തെറ്റായിട്ടല്ല കാണുന്നത്. തെറ്റ് എന്നുള്ള നിങ്ങൾക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നത്. തെറ്റും അബദ്ധവും രണ്ടും വേറെയാണ്. തെറ്റ് മനഃപൂർവ്വം ചെയ്യുന്നതിനെ കുറിച്ച് പറയും, അബദ്ധം അറിയാതെ പിണങ്ങുന്നതിനെ പറിച്ച് അത് അബദ്ധം എന്ന് പറയുന്നതും തെറ്റ് എന്ന് പറയും. മലയാളത്തിൽ തെറ്റ് മനഃപൂർവ്വം ചെയ്യുന്നതിനെ പറയാം. അത് നിങ്ങൾ പറയരുത്. അബദ്ധം എന്ന് പറയാം. അതാണ് നസിയ ആദം മറന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതല്ല ഇവിടെ വിഷയം. ഒരു പ്രവാചകൻ ഒരു വിഷയത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർക്ക് അബദ്ധം പിണയുമോ? ഇതാണ് ഞാൻ ചോദിച്ചത്. അത് പിണയുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന് നിങ്ങൾ അബദ്ധത്തിനെ തെറ്റായിട്ട് ആദ്യം എടുക്കുകയാണ്. പിന്നെ അക്രമം എന്ന് ദുൽമ് എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച വന്നത്. ദുൽമിന് വെക്കേണ്ട സ്ഥലത്ത് വെക്കാതെ ആ സ്ഥാനം മാറ്റി വെക്കുക. ആ സ്ഥാനം അക്രമം എന്ന് പറഞ്ഞ സ്ഥാനം തെറ്റിക്കൽ മാത്രമല്ല അർത്ഥം. നിങ്ങൾക്ക് അറിയാതിനെ കുറിച്ച് മലയാളം ശ്രീകണ്ഠേശ്വരന്റെ മലയാളം ഡിക്ഷണറി അതാണ് പറഞ്ഞത്. ഏത് നിങ്ങൾ പറഞ്ഞേക്ക് പോകൂലെന്നാ പറഞ്ഞത്. പറയട്ടെ, സ്വന്തം ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആ വലംന എന്ന് പറയുന്ന ആ വാക്ക് നിങ്ങൾ അറബിയിൽ അർത്ഥം പറഞ്ഞല്ലോ. അറബി എന്താ അർത്ഥം? അറബി നിങ്ങൾ എന്താ പറഞ്ഞത്? വലംനക്ക് ഞാൻ പറഞ്ഞ ഖുർആനാ പറഞ്ഞത്. നസിയ ആദം മറന്നു, അതിനെ ദുൽമായിട്ടെടുത്തു. ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അതിനെ ദുൽമായിട്ടെടുത്ത് ആ ദുൽമ എനിക്ക് പുറത്തു തരണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ച്. അവിടെ തെറ്റ് ചെയ്തു നിങ്ങൾ പറയണത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞത്. അബദ്ധം പിണഞ്ഞു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഇതിന് എൻ്റെ അടുത്തുള്ള ഖുർആനാണ്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം, ഇങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നെ ഉപദേശിച്ചിട്ട് ഞാൻ എടുക്കില്ല. ഖുർആന്റെ ആയത്തെടുത്ത് പറയണം. അബദ്ധം പിണഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറയണമെങ്കിൽ അതിനെന്താ കാരണം? ഖുർആൻ പറഞ്ഞാണല്ലോ പണഞ്ഞോന്ന്. ഫനസിയ ആദം മറന്നു. മറക്കൽ അബദ്ധം അല്ല നിങ്ങളെങ്ങനെ പറയല്? അത് നിങ്ങൾക്ക് ഉദയിക്കണില്ല, അത്ര തന്നെ ഉള്ളു, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം പറയും. ഞാൻ അങ്ങനെ എല്ലാ ചർച്ചയും കുറച്ച് വിശദമായിട്ട് പറയണം. നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. വിശാലമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ടൈം ഉണ്ട്. ഒരുപാട് എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് മൊത്തത്തിൽ നിങ്ങൾ എന്ത് മനസ്സിലായി? ഇപ്പൊ ഈ വിഷയങ്ങൾ ഇപ്പൊ ആകത്തുക നമ്മളെ ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് ഖുർആനിൽ നിന്ന് എടുത്ത് പറയുന്നതിനോട് നമ്മൾ തീരെ യോജിക്കണില്ല. അതെനിക്ക് മനസ്സിലായി. അത് യോജിക്കണ ലോകം തന്നെ അത് അംഗീകരിക്കണില്ല. പക്ഷെ അഹമ്മദിയ ജമാഅത്ത് മാത്രം ഇതിനെ അംഗീകരിക്കണ്ടാവും. ഇതിനെങ്ങനെ? കാരണം ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാനുണ്ടായ കാരണം നിങ്ങൾ ഡയറക്റ്റ് അല്ലാതെ പിന്നെ എടുക്കണം എന്ന് പറഞ്ഞ സ്രോതസ് ഉണ്ടല്ലോ. ആ സ്രോതസ്സിൽ ഉള്ള എല്ലാ ഖുറാഫാത്തുമാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞത്. ഒരു സ്രോതസ് ഒരു ഇമാമ് പറയുന്നത് ഇബ്നു കസീർ പറഞ്ഞ ഇബ്നു കസീർ നിങ്ങൾ എടുക്കുകയാണ്. ഇബ്നു കസീർ ഞാൻ അങ്ങോട്ട് പറയണേ. ഇബ്നു കസീറിനെ എടുക്കുകയാണെങ്കിൽ ഇബ്നു കസീറിനെ മുഴുവെടുക്കും എന്ന് പറയണം. റാസി പറഞ്ഞ മുഴുവെടുക്കും എന്ന് പറയണം. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് പറയണ്ടെങ്കിൽ അത് എഴുതിയത് കാട്ടിത്തരണം. നിങ്ങളൊറ്റക്ക് പറഞ്ഞാൽ പോരാ. ഇബ്നു കസീറിനെ പറഞ്ഞത് മുഴുവൻ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എടുക്കുന്നില്ല എന്നതിന് തെളിവ് ഞാൻ എടുത്തുതരും. റാസി പറഞ്ഞ മുഴുവൻ എടുക്കേണ്ട സുന്നത്ത് ജമാഅത്ത് പറഞ്ഞാൽ അതിൽ സുന്നത്തുൽ ജമാഅത്ത് എടുക്കാത്ത ഞാൻ എടുത്തു തരാം. ഏത് ആന്തരികമായിട്ടുള്ള ജ്ഞാനമുണ്ട്, ബാഹ്യമായിട്ടുള്ള ജ്ഞാനമുണ്ട്. അത് ഇസ്ലാമിൽ തന്നെ ഉള്ളതാണ്. അഹ്ലുസുന്നത്തിന്റെ അതുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹിന്റെ അതാണ്. അപ്പൊ ആ ലെവലിൽ വെച്ച് നോക്കുമ്പോ ചില വിഷയങ്ങൾ എന്താവും ബാഹ്യമായിട്ട്, ചില വിഷയങ്ങൾ എന്താവും ബാഹ്യമായിട്ടുള്ള ഇപ്പോൾ ലാഹിരി പണ്ഡിതന്മാർ അതിനെന്താവും തൽക്കാലം ജനങ്ങളെ ശ്രദ്ധയിൽ നിന്ന് അകറ്റും. അത് അംഗീകരിക്കണില്ല എന്ന് പറയരുത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ഒരു പുതിയ അറിവായിരിക്കും. ഈ അറിവ് എനിക്ക് പുതിയാണ്. നിങ്ങൾ മാത്രം പറഞ്ഞാണല്ലോ, വേറെ ആരും എഴുതിയിട്ടില്ലല്ലോ. അത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആദ്യം എന്താ ചെയ്ത് തസവുഫിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട്. തസവുഫിന്റെ ഗ്രന്ഥങ്ങൾ എന്താവണം നിങ്ങളൊന്ന് കുറച്ച് എടുത്ത് വായിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് പല വിഷയങ്ങളും ആദം നബിന്റെ വിഷയങ്ങളും നൂഹ് നബിന്റെ വിഷയങ്ങളും. ആരൊക്കെ നിങ്ങൾ വായിച്ച തസവുഫിന്റെ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞാണേ? നിങ്ങളിപ്പോൾ എന്നോട് വായിക്കാൻ ഉപദേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ പേര് നിങ്ങൾ പറയും. ഞാൻ വായിച്ചാണെങ്കിൽ എനിക്ക് വായിച്ച് അറിയാലോ, ഇല്ലാത്തതാണ് ഇല്ല. തസവുഫിന്റെ ഒരുപാട് ഗ്രന്ഥം കീമിയ സാദ ഞാൻ വായിച്ചിട്ടുണ്ട്. കീമിയ സാദ ഞാൻ വായിച്ചിട്ടുണ്ട്. മൊഹിദ്ദീൻ അംഗീകരിക്കുന്നില്ല, വായിച്ചിട്ടുണ്ട്, അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നത് ഖുർആൻ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അംഗീകരിക്കുന്നു. ഇനി പറയാനുള്ളത് അതിനെക്കുറിച്ച് എഴുതി വെച്ച ഖുറാഫാത്തുകൾ പാടെ നിഷേധിക്കുന്നു. ശരിയായിട്ടുള്ള എന്തെങ്കിലും റാസി എഴുതിയാലും വേണ്ടില്ല, ഇബ്നു കസീർ എഴുതിയാലും വേണ്ടില്ല, ആരെഴുതിയാലും വേണ്ടില്ല, ഖുർആൻ അനുസരിച്ചിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. ആരാ എഴുതിയ നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ പറയും കീമിയ സാദ ആര് രചിച്ച്? കീമിയ സാദ ഞാൻ നിങ്ങളെ വിവരമൊന്നും അന്വേഷിച്ചാണ്. കീമിയ സാദ തസവുഫിന്റെ ബുക്കാണ് നിങ്ങൾ ആരോടാ പറഞ്ഞത്? നിങ്ങള് വായിച്ചെന്ന് പറഞ്ഞു, നിങ്ങളിപ്പോ പറയുന്നത് കളവാണ്. ലാനത്തുല്ലാഹി അലൽ കാദിബീൻ. ഞാൻ പറയുന്നത് കളവാണ്, നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ അള്ളാന്റെ ശാപം കളവ് പറയുന്നതിന്റെ മേലുണ്ടാകും. ഞാൻ വായിച്ചിരിക്കുന്നു നിങ്ങളോട് പറഞ്ഞു. അല്ല, അത് ആരെഴുതിയ നിങ്ങളിന്റെ പരീക്ഷണം നടത്താൻ വന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ അറബി അറിയണം, അല്ലെങ്കിൽ ഉറുദു അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കിന്റെ പേരറിയണം. ഇതൊന്നും അറിയാത്ത പടി ജാഹിലായിരുന്നിട്ട് ബുക്കിന്റെ പേര് അതാണ് ഇതാണെന്ന് എന്നോട് ചോദിച്ച് പരീക്ഷണം നടത്തല്ലേ ഉണ്ട്. ഇത്രയേറെ വർത്തമാനം പറഞ്ഞില്ലേ? ഞാൻ എന്നിട്ട് വായിച്ചത് കളവാണെന്ന് നിങ്ങൾ എന്നോടും പറയുന്നു. ഒറ്റയടിക്ക് പറയുമ്പോൾ നിങ്ങൾ ഇന്നെ കളവ് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ കളവ് പറഞ്ഞ എൻ്റെ നാട്ടിലൊരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാൻ കഴിയില്ല. നിങ്ങളല്ലാതെ എൻ്റെ നാട്ടിൽ നിൽക്കണ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ കളവ് പറയുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാൻ കഴിയില്ല. നിങ്ങളെ വിവരക്കേട് കൊണ്ട് ഞങ്ങളത് പറഞ്ഞിട്ടുള്ളത്. കീമിയ സാദ വായിച്ചോളൂ വേറെ കാര്യം. കീമിയ സാദ വായിച്ചോളൂ. നിങ്ങൾ ഞാൻ കളവ് പറയണമെന്ന് പറഞ്ഞല്ലോ, അതിനിവിടെ തെളിവുണ്ടാട്ടെ. ആദ്യം കീമിയ സാദ നിങ്ങൾ വായിച്ചിരിക്കണം. ആരെഴുതിയതാ? നിങ്ങളോട് ചോദിച്ചു. അല്ല ആരെഴുതിയാ? നിങ്ങൾ ഇപ്പൊ ബുക്ക് വായിച്ചുള്ള തർക്കത്തിലാണ് കുത്തിരിക്കുന്നത്. അങ്ങനല്ല, കാരണം ഇവിടെ മുജദ്ദിദിന്റെ പ്രശ്നത്തിലാണ് ഈ ഒരു വിഷയം വരുന്നത്. ഏത്? നിങ്ങൾ എന്നോട് ഉപദേശിക്കാണ് തസവുഫിന്റെ കിതാബ് വായിക്കണം. ഞാൻ തസവുഫിന്റെ ബുക്കൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾ എന്നോട് വായിച്ച ഉപദേശിക്കാണ്. എന്നിട്ട് തസവുഫിന്റെ ബുക്കിൽ കീമിയ സാദയാണ് തസവുഫിന്റെ ബുക്ക് നിങ്ങൾ പറയണത്. കീമിയ സാദ തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയും. എന്നിട്ട് കീമിയ സാദ നിങ്ങൾ വായിച്ചു വെച്ചാൽ ഞാൻ വായിച്ചിട്ടുണ്ട്. കീമിയ സാദന്റെ പല ഭാഗങ്ങളും മുഴുവൻ ഞാൻ വായിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കീമിയ സാദ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഈ പുസ്തകം തോന്നിവാസം പറയണേ എന്തെങ്കിലും എന്ത് കീമിയ സാദ നിങ്ങൾ വായിച്ചു? ഞാനിപ്പോ ഹഖീഖത്തുൽ വഹി വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? കീമിയ സാദ വായിച്ചു എന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നമ്മളിപ്പോൾ ഇരിക്കുന്ന ചർച്ചയുടെ യാതൊരു ഇതും പെടുന്നില്ല. പക്ഷേ നിങ്ങളെ വിവരക്കേട് പറയുമ്പോൾ അതിനെ തെളിയിക്കാൻ ചോദിച്ചു കീമിയ സാദയിൽ എന്താ പറഞ്ഞിട്ടില്ല, ആരെഴുതിയിട്ടില്ല, അങ്ങോട്ട് ചോദിക്കണേന് വരെ ഇങ്ങോട്ട് പറയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം പറയും. അതായത് ഇസ്ലാമിന്റെ ചില വശങ്ങൾ കീമിയ സാദയിൽ എഴുതിയാൽ എടുക്കണം. എന്തെങ്കിലൊക്കെ പറയും. കീമിയ സാദ എന്ന് പറഞ്ഞ തസൂഫിന്റെ ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ കീമിയ സാദ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മുജദ്ദിദാണ് നമ്മളെ വിഷയം. മുജദ്ദിദീങ്ങൾക്ക് തെറ്റ് പറ്റാം എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തില്ല, കീമിയ സാദന്റെ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ കീമിയ സാദയിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു പ്രവാചകൻ അന്ത്യപ്രവാചകനാണ്. അതിന് വ്യക്തമായ കാരണങ്ങളും പറയുന്നുണ്ട്. കീമിയ സാദ് ഞാൻ വായിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അറബിന്ന്. കീമിയ സാദിന്റെ മലയാള പരിഭാഷ ഉണ്ട്, അറബി മൂല്യത്തോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ട്. അതിൻ്റെതാണ് ഞാൻ വായിച്ചത്. എന്റെ അടുത്ത് കീമിയ സാദ് ഉണ്ടെന്നാണ് ആ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾ കീമിയ സാദിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് കീമിയ സാദ് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ അംഗീകരിക്കേണ്ട, ആരെങ്ങളോട് അംഗീകരിക്കേണ്ട പറഞ്ഞു? നിങ്ങളോട് അംഗീകരിക്കാൻ പറഞ്ഞു. നിങ്ങള് അല്ല, എന്നിട്ട് ഞാൻ കീമിയ സാദയുടെ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഇസാലെ ഔഹാമിന്റെ ഒരു ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇസാലെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞേക്കും കീമിയ സാദ പുസ്തകം ഇപ്പൊ മലയാളത്തിൽ വിവർത്തനം ചെയ്താണ് നിങ്ങൾ വായിച്ചിരിക്കണെന്ന് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞ എന്താ? ഞാൻ പറയട്ടെ കീമിയ സാദ ഒറിജിനൽ അറബി ബുക്ക് എന്റെ ലൈബ്രറിയിലുണ്ട്. അല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. കീമിയ സാദ ആദ്യം മുതൽ അവസാനം വരെ വായിക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വായിക്കുന്ന തസവുഫിന് നിങ്ങൾ പറഞ്ഞ തസവുഫ് ഉണ്ടല്ലോ,
ആ തസവുഫിനെ കുറിച്ചിട്ട് തസവുഫിങ്ങളിൽ ഏറ്റവും വലിയ സൂഫിയായിരുന്ന സൂഫികൾക്ക് ഷെയ്ഖ് എന്ന് പറയുന്ന ആളാണ് ഇബ്നു അറബി. ഇബ്നു അറബിയുടെ തസവുഫിന്റെ ബുക്കുകളും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അങ്ങോട്ട് പറയട്ടെ. തസവുഫില് ഒരിക്കലും സൂഫികൾ പറയുന്നത് സാധാരണ ജനങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി വേറെ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങളെ വിവരക്കേടാണെന്നപ്പോ പറഞ്ഞു. ഇല്ല, ശ്രദ്ധ മാറ്റാൻ വേണ്ടി മനുഷ്യനെ കുതിര നിങ്ങൾക്ക് മനസ്സിലാത്ത അവര് ശ്രദ്ധ മാറ്റിയത് നിങ്ങൾക്ക് തോന്നിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സുന്നി അറിയുന്ന ആൾക്കാരല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അള്ളാഹുവിന്റെ മഅയ്യത്ത് സംബന്ധിച്ചുള്ള വിഷയം, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുന്ന വിഷയം, ഈ കൂടെയുണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈഖാദുൽ ഹിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് സിഫാത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കും, സൂഫിയാക്കൾ ബോധ്യപ്പെടുത്തും. പക്ഷെ നീ അങ്ങനെ മനസ്സിലാക്കി പോകരുത് എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവണം. അപ്പൊ ചില കാര്യങ്ങൾ എന്താവും ഈ ബാഹ്യമായിട്ട് അത് ശരീരത്തിന്റെ, അത് അങ്ങനെയാണ് എന്റെ കെടുപ്പ്. നിങ്ങളാണ് പറഞ്ഞാൽ പോരല്ലോ. ഞാൻ ഇപ്പൊ പറയുന്നത് വെച്ചാൽ നിങ്ങളോട് ഈ വിഷയം ഒന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാല് ഒന്നാമതായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു കീമിയ സാധ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കളവാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞു കളവ് പറയുന്നവന്റെ ലാനത്തുണ്ടാട്ടെ, നിങ്ങൾക്ക് ധൈര്യം ചെല്ലി ഒരു പുസ്തകം വായിക്കുക. അല്ല, പുസ്തകം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു. അതായത് നിങ്ങളോട് ഈ പുസ്തകത്തിന്റെ പേരുകളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കിപ്പോ തോന്നാനുള്ള കാരണം എന്താ പറയുക? കാരണം ഒന്നാമതായിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഖുർആന് മാത്രം എടുക്കണുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എന്നാ വരുന്നത്. ഇമാമിങ്ങളൊക്കെ നിങ്ങൾ പാഠം എന്താക്കാണ്, തള്ളാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാമിങ്ങൾ മുൻനിരയിലും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു തത്വങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. മനസ്സിലാവണം. അപ്പൊ ഇമാമിങ്ങൾ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏത് വിഷയവും നമുക്ക് ഇന്ന രീതി ഇന്നതൊന്നൊന്നുമില്ല, ഇന്നത് സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങളടുത്ത് ഇത്രയും ടൈം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തോപ്പിക്കാനോ അല്ലെങ്കിൽ വേറെന്തേ പറഞ്ഞിതാക്കാനാണോന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ടൈം വേസ്റ്റ് ആക്കണോ? ഇല്ലല്ലോ. ഈ വിഷയത്തിലൂടെ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഇമാമിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇമാമിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിരുന്നു. പക്ഷെ നിങ്ങൾ ഇമാമിങ്ങളെ ചർച്ചന വേണ്ടെന്നുള്ളടത്താണ് നിങ്ങൾ പറയുന്നത്. എന്താ, ഖുർആൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തോളി. അങ്ങനത്തെ ഒരു തത്വം സത്യത്തിൽ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണേ. ഞാൻ പറയാണ്, ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഇമാമിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് മനസ്സിലാകുന്നുവെങ്കിൽ വേറൊരു ഇമാമിൻ്റെ ആവശ്യമില്ല, ഖുർആൻ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടെ, നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടല്ലോ. അല്ലെങ്കിൽ സഹീഹായ ഹദീസുകളിൽ ഖുർആൻ്റെ ഏതെങ്കിലും ആയത്തുകളെ കുറിച്ച് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിലുപരിയായി ഇമാമിങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു സഹായക തെളിവായിട്ട് എടുക്കാം. ഇനി ഇമാമിങ്ങളെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇമാമിനെ എടുത്തിട്ട് ഖുർആനിലേക്ക് അങ്ങോട്ട് പോകാതിരിക്കാനുണ്ടായ കാരണം, ഖുർആനിലുള്ള പല ആയത്തുകൾക്കും വികലമായിട്ടുള്ള തർക്കങ്ങൾ ഇമാമിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇമാമിങ്ങൾ പരസ്പരം തർക്കത്തിലാണ്. വേറൊരു കാര്യം, ഒരു ഇമാമിനെ മുഴുവനായിട്ട് പിൻപറ്റുന്ന ഒരവസ്ഥയും ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇമാമിനെ മുഴുവൻ പിൻപറ്റാൻ പറ്റൂല എന്നും പറയാം. ആ ഇമാമും പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ആ ഇമാമിനെ പിൻപറ്റണം, വരാനിരിക്കുന്ന ഇമാമിങ്ങളാണ് നിങ്ങൾ പിൻപറ്റണം എന്ന് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസുണ്ട്, ഞങ്ങൾ പിൻപറ്റുമായിരുന്നു. ഖുർആനിലൊരു ആയത്തുണ്ട്, ഞങ്ങൾ പിൻപറ്റുമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഒരു ലോജിക്ക് മാത്രമാണ് ഖുർആൻ കിട്ടിയത് റസൂലുള്ളാഹിക്ക്, അതിന് ശേഷം താബീങ്ങളെ ശേഷം താബീങ്ങൾക്ക്, അങ്ങനെ ഇമാമിങ്ങൾക്ക് കിട്ടിയെന്ന്. ഞങ്ങൾ പറയുന്നത് ആ താബീങ്ങളെ ഇടയിൽ കിട്ടിയത് ഒരുപാട് ഖുറാഫാത്തുകൾ എടുത്ത് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമാമിനെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റൂല. താബീങ്ങളിൽ നിന്ന് വന്നതുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഖുറാഫാത്തുകൾ, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഇസ്ലാമിന് അന്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോ നിങ്ങൾ പറയുന്ന ഈ സംഭവങ്ങളുണ്ട്, ഈ ഖുറാഫാത്തുകൾ എന്ന് പറയുന്ന ഈ വിഷയങ്ങൾ, ഇപ്പൊ നമ്മളെ ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഇസ്ലാമിലെ അത് ഖുറാഫാത്തായിട്ട് ഇനിയിപ്പോ അത് ഖുറാഫത്താണോ എന്ന് ചോദിക്കണ്ട. അതായത് ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ ഒന്നായ ഹജ്ജ്, ഈ ഹജ്ജിനെ സംബന്ധിച്ച് എങ്ങനെ നിങ്ങൾ ഹജ്ജ് ചെയ്യും? കാരണം പൊതുവെ ഞാൻ കേട്ടുകൊടുത്തോളാം, ഇവര് സൗദി അറേബ്യയിലേക്ക് ഈ അഹമ്മദിയാക്കളെ അങ്ങോട്ട് കയറ്റില്ല എന്നുള്ളത് കേട്ടത് തെറ്റാണ്.
കേട്ടത് തെറ്റാണ്. അപ്പോ എങ്ങനെ നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഹജ്ജ് ചെയ്ത് വരുന്നുണ്ട്, കുറെ ആൾക്കാർ അവിടെ എപ്പോഴും താമസിക്കുന്നുണ്ട്. അഹമ്മദിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അവിടെ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സുന്നി പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ സുന്നി പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാ ചെയ്യല്? അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യല്? ഇവിടെയുള്ള ആൾക്കാർ ഞാൻ സുന്നിയാണ്, ഞാൻ മുജാഹിദാണ്, ഞാൻ മാറ്റേ ഇസ്ലാമി പറഞ്ഞിട്ടാ ചെയ്യല്? അങ്ങനെ ചെയ്യലല്ലോ. ഞങ്ങൾക്ക് അഹമ്മദി പറഞ്ഞിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സൗദി പണ്ഡിത ഇജ്മാഅ് പ്രകാരം, അതായത് വ്യക്തമായി അത് ഒരു ഇസ്ലാമിക വൃത്തത്തിൽ പുറത്താണെന്ന് പറഞ്ഞിരിക്കണം. എന്തിനെന്നറിയോ? തങ്ങൾക്കെതിരെ വിധി പറയും 72 ഒരു ഭാഗത്ത് 1 ഒരു ഭാഗത്ത് ആയിരിക്കും റസൂലുള്ള പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കണത്, ഞങ്ങളൊക്കെ ഒരു ഭാഗത്താണ്, ഇത് മാത്രം വേറെയാണെന്ന്. അത് നിങ്ങൾക്ക് എതിരിലുള്ള വിധിയാണ് ഈ ഇജ്മാഅ്. എല്ലാ നബിമാരുടെ കാലത്തും ഇജ്മാഅ് ഉണ്ടായിരിക്കുന്നത് ഇവൻ പോക്കാണെന്ന്. എല്ലാ ഇമാമിങ്ങൾക്കെതിരും അന്നത്തെ ആലിമീങ്ങൾ ഇജ്മാ ഈ നിങ്ങൾ ഈ പറഞ്ഞ ആലിമീങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഇജ്മാഅ് ഉണ്ടായിരിക്കുന്നത് ഇവൻ പോക്കാണെന്ന്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവണം. ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പണ്ഡിത അപ്പോൾ നല്ലവനാണെന്ന് പറയാം. ഏത് ബഹായിസം? അദ്ദേഹം ദൈവമാണെന്നാണ് വാദിച്ചത്. ഇനി എന്താ കുഫറിന്റെ വർത്താനം പറയുന്നത്? ബഹാവുള്ള നബിയാണെന്നല്ല വായിച്ചത്. ബഹായിസം താൻ ദൈവമാണെന്നാണ് വാദിച്ചത്. ഏത് ബഹായികളെ വാദം വാർത്ത? അത് വിശാലമായ ചർച്ചയ്ക്ക് എടുക്കാം. അതില് മഹദിന്റെ വാദമുണ്ട്, ഈസന്റെ വാദമൊക്കെ ഉണ്ട്. പിന്നെ മൂപ്പര് പറഞ്ഞ രീതിയിൽ അള്ളാഹ് മൂപ്പര് പറയണ്ടോ ഓൾറൗണ്ടർ കളി ഏതെങ്കിലും ഒന്ന് കിട്ടിയാലോന്നുള്ള ആ ഒരു രീതി ഉണ്ടാവും. ഞാൻ ഒരൊറ്റ സംശയിക്കുന്നു, അനഫി മദ്ഹബിനെ സ്വീകരിക്കാനും മിർസ ഗുലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനഫി മദ്ഹബിനെ സ്വീകരിച്ചോളിന്ന് ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. അല്ല, അത് നീളത്തിലൊരു വാക്ക് പറഞ്ഞിന്ന് ഒരു ഭാഗം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുത്താണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഈ വർത്താനാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. എന്താ അറിയാം? അഹ്ലെ ഹദീസുകാർ പറഞ്ഞു ഹദീസ് അനുസരിച്ചിട്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. സുന്നത്ത് ജമാഅത്തുകാർ എന്ത് പറഞ്ഞു? അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന്. അഹ്ലെ ഖുർആനികൾ പറഞ്ഞു ഖുർആൻ ഡയറക്റ്റ് എടുത്താൽ മതി, വേറെ ഹദീസ് കൊടുക്കണ്ടെന്ന്. ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ വാദം പറയാണ്. അദ്ദേഹം എന്താ പറഞ്ഞറിയാം? നിങ്ങൾ ഖുർആനാണ് മുറുകെ പിടിക്കേണ്ടത്, അത് ഹക്കാണ്, അത് മീസാനാണ്, എല്ലാ കാര്യങ്ങളും തിബിയാനാണ്, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതാണ്. അതെന്ന് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ സുന്നത്ത് നിന്ന് രണ്ടാമത് എടുക്കണം. സുന്നത്ത് കഴിഞ്ഞ് ഹദീസ് എടുക്കണം. സുന്നത്തും ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ്. അതിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇജ്തിഹാദ് ചെയ്യാൻ ഉലമാക്കളുടെ സഭ അവിടെ ഉണ്ടാവും, ജമാഅത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതും കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഹനഫി മദ്ഹബിനെ കൂടുതൽ ആളുകൾ സ്വീകരിച്ചു എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അതിൻ്റെ മുകളിലുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ട് ഈ ഇജ്തിഹാദ് കിട്ടുന്നത് വരെ ഹനഫി മദ്ഹബിനെ നിങ്ങൾ പിൻപറ്റണം. ഇവിടെ കൂടുതൽ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അത് വേറെ ചർച്ചയാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചിന്റെ മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഹനഫി മദ്ഹബിൽ പറയുന്നത് എന്താണ്? ഒരു പ്രവാചകൻ ആരെങ്കിലും പ്രവാചകത്വവാദവുമായി ഒരുത്തൻ വന്നാൽ ഒരു സെക്കൻഡ് ചോദ്യം ആദ്യം ചോദിച്ചോട്ടെ. ഹനഫി മദ്ഹബ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഹനഫി മദ്ഹബിനെ നിങ്ങൾ പറയും. അതായത് മറ്റേ ആരെങ്കിലും ഒരാൾ പ്രവാചകത്വവാദവുമായി വന്നാൽ അയാളോട് തെളിവ് അന്വേഷിക്കുന്നവൻ മുർത്തദ്ദാണെന്നുള്ള ഒരു ആശയമുണ്ട്. അത് നിങ്ങളായിപ്പോ നിങ്ങൾ അംഗീകരിക്കണ്ടല്ലോ. അത് അപ്പൊ അന്വേഷിച്ചു വന്നോണ്ട് എളുപ്പതായി പറഞ്ഞ രീതിയിൽ അങ്ങനെ ആവുന്നുള്ളത് അറിയാം. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡം അനഫി പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയായിട്ട് എന്നാ പറയും അങ്ങക്ക് ഉണ്ടോ നോക്കാലോ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അനഫി മദ്ഹബ് ഇങ്ങനെ അനഫി റളിയല്ലാഹു ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അഭിപ്രായം? അങ്ങനെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അനഫി റളിയല്ലാഹു പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ കാലത്തേക്ക് അന്ന് ആരെങ്കിലും നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ ബൈനി വ ബൈനഹു നബിയുൻ, എനിക്കും ഈസബിനും മറിയമിനും അടിയിൽ നബി ഇല്ലാന്ന്. വേറൊരാൾ അതിന്റെ അടിയിൽ നബിയാണെന്ന് പറഞ്ഞാൽ അവന് തെളിവ് ചോദിച്ചാൽ ഓൻ കാഫറാവൂല. അല്ല എന്താ ഏത് മദ്ഹബൊന്നും വേണ്ട. മദ്ഹബ് ഇസ്ലാം ഉണ്ട്, പിന്നെ എന്തിനാ വേറൊരു മദ്ഹബ്? ആ മദ്ഹബിന്റെ ആരെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞെടുക്കണമെന്ന്, അല്ലെ റസൂലുള്ള പറഞ്ഞോ, അല്ലെ ഹദീസിലുണ്ടോ എവിടെയെങ്കിലും ആ മദ്ഹബ് എടുക്കണമെന്ന്? അതുണ്ടല്ലോ. ഉണ്ട് ഇല്ലാന്നാരെ പറഞ്ഞു. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹിന്റെ തൃപ്തിപ്പെട്ടവരാണ്. അത് ഉലായിക ഹിസ്ബുല്ലാ, അത് അള്ളാഹിന്റെ ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് പിന്നെ അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? സൂറത്തുൽ മുജാദില. അത്തരം ചില വിഷയങ്ങളാണ് അതങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതായത് സുന്നികളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ അതിനെങ്ങനെ മനസ്സിലാക്കി? ആയിക്കോട്ടെ. ഇത്
നമ്മൾ വെറുതെ ജസ്റ്റ് കാണിക്കുക, ഇതിനെ കൊണ്ടൊന്നും കാര്യമില്ല. എന്നാലും വെറുതെ ഒന്ന് അറിഞ്ഞുള്ളി. ഇതാര് പറഞ്ഞാണ്, എന്ത് പറഞ്ഞാണ്, അതുകൊണ്ടും പറയും. ഓ ശരി. ആശയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഹജ്ജിനെ സംബന്ധിച്ച് നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരം ഹജ്ജില്ല? വേറെ ഹജ്ജൊന്നും ഞങ്ങൾക്കില്ല. അതായത് പഞ്ചാബിൽ എന്തെങ്കിലും ആ വെള്ളക്കുപ്പമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും? അവിടെ ഹജ്ജൊന്നും ഇതുവരെ അഹമ്മദി ചെയ്തിട്ടില്ല. ആരും ഒറ്റ അഹമ്മദിയും ചെയ്തിട്ടില്ല അവിടെ ഹജ്ജ്. ഒരു സംശയമില്ല. മീർസ ഗുലാം മുഹമ്മദ് ഹജ്ജ് ചെയ്തു? ഇല്ല. പക്ഷെ ഈസബിന് മറിയം ഹജ്ജ് ചെയ്യുമെന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞിരിക്കണ? ഹദീസുകൾ പറയും. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കണേ? എവിടുന്ന് ഇഹ്റാം കെട്ടുന്ന പറഞ്ഞിരിക്കണേ? അവിടെയും പറയാം. അങ്ങനെ തന്നെ ഹദീസ് ഉള്ളത്. ആ ഹദീസ് പറയേണ്ട ആ ഇഹ്റാമാണെന്ന് നിങ്ങൾ സ്ഥാപിക്കണം ആദ്യം. ഹജ്ജിൽ പറഞ്ഞ ഇന്ന സ്ഥലത്ത് നിന്ന് ഈസബിന് മറിയം ഇഹ്റാം കെട്ടുന്നുണ്ട്, ഹദീസിലുണ്ട്. ഹദീസിന്റെ ബലാബല നമുക്ക് പിന്നെ അന്വേഷിക്കാം. അല്ല, എന്നിട്ട് ഹജ്ജോ ഉംറയോ ചെയ്യുന്നു. ആ ഹദീസിൽ പറഞ്ഞ സ്ഥലം ഉംറ ചെയ്യുകയാണെങ്കിലും ഹജ്ജ് ചെയ്യുകയാണെങ്കിലും ഇഹ്റാം കെട്ടുന്ന സ്ഥലമല്ല. അത് ഇഹ്റാം കെട്ടുന്ന 4 സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലമല്ല. വേറെ 2 സ്ഥലങ്ങളാണ് പറയുന്നത്. ഇന്ന 2 സ്ഥലത്ത് നിന്ന് ഇഹ്റാം കെട്ടുന്നു. അപ്പോൾ റസൂലുള്ളാഹി കൊണ്ടുവന്ന ഹജ്ജിൻ്റെ ഇഹ്റാം കെട്ടാനുള്ള മനാസിലുണ്ട്, ഓരോ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേറൊരു ഹജ്ജ് ചെയ്യണ ഈസാ നബിയാകും അത്. അപ്പോൾ ആ ഹദീസിൻ്റെതായിട്ടുള്ള ചില വ്യാഖ്യാനമുണ്ട്, അത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഹദീസുണ്ട്, ഹദീസിന് അതിന് വ്യാഖ്യാനമുണ്ട്. ഇസ്തിഗാസ് ശരിയാണ്, എന്തായാലും കുഴപ്പമുള്ളത്. പക്ഷെ അത് പല അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന അർത്ഥത്തിലാണ് ഞങ്ങൾ എടുക്കുന്നത്, നിങ്ങളുടെ അർത്ഥത്തിലാണെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ സലാത്ത് ചെല്ലുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെല്ലുന്നു. സലാത്ത് ചെല്ലുമ്പോൾ ഞാനിപ്പോൾ സലാത്ത് ചെല്ലുകയാണെങ്കിൽ ഞങ്ങളോട് മിർസ ഗുലാം മുഹമ്മദ് ഇസ്ലാം പറയണേ, റസൂലുള്ളാഹി നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് സലാത്ത് ചെല്ലണം. ഇപ്പോൾ രാവിലെ പല്ലിയേക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, പല്ലിയേക്കുമ്പോൾ എനിക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെല്ലേണ്ടി വരും. എൻ്റെ റസൂൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഡ്രസ്സ് എങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ എങ്ങനെ കിടക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട്. എൻ്റെ വാപ്പ എന്നോട് സ്നേഹം കാട്ടുമ്പോൾ, മുസ്ലിമായ എൻ്റെ വാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ മക്കളോട് സ്നേഹിക്കണമെന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് ആ കൾച്ചർ എനിക്ക് കിട്ടുന്നത്. എൻ്റെ മകളോട് ഞാൻ സ്നേഹം കാട്ടുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അങ്ങനെ ഓർക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് റൂഹാനി തഅല്ലുഖ്, ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം മുഖേന നാളെ മഹ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് കിട്ടും. ഈ നിലക്കൊരു ഇസ്തിഗാസ അനിവാര്യമാണ്, ആത്മീയമായ ഉയർച്ചയ്ക്ക് അനിവാര്യമാണ്. അതേപോലെ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് റസൂലുള്ളാഹിൻ്റെ ഭാവങ്ങൾ വെളിപ്പെട്ടിട്ടുള്ള ഒരു വലിയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആളുകളോ ഉണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹവും നമുക്ക് അള്ളാഹുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. രണ്ട് തരമുണ്ട്. ഒന്ന് വസീലുണ്ട്, പിന്നെ നേരിട്ടിട്ടുള്ളതാണ്. വസീല അറിയാലോ, റസൂലുള്ളാഹിന്റെ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നേരിട്ടിട്ടുള്ള എന്താ വെച്ചാൽ റസൂലുള്ളാഹിനോട് എന്താക്കാം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ പരിഹരിച്ചു തരണം എന്നുള്ളത് സുന്നികളിലൊരു വിശ്വാസമുണ്ട്. പക്ഷെ സുന്നികള് അതിന് വ്യക്തമായിട്ടൊരു ഇതുണ്ട് കേട്ടോ. അതായത് അവിടെ ആ രീതിയെ സംബന്ധിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? അങ്ങനെ പല ഇമാമിയങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് റൂഹാനിയായിട്ട് സംബോധന ചെയ്തതായിട്ട് പല തദ്കിറത്തുൽ ഔലിയയിലും മറ്റൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്.
അത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ അവർക്ക് കിട്ടേണ്ടതാണ്. ഒരാൾ അനുഭവം വിവരിച്ചിട്ട് അതിനെ നിഷേധിക്കാൻ നമുക്ക് ആളുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അങ്ങനെ സലാത്ത് ചൊല്ലി നിൽക്കുമ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് മിർസാ ഗുലാം അഹ്മദ് ഇസ്ലാം തൻ്റെ ജീവിതത്തിൽ വിവരിക്കുന്നുണ്ട്. അത് ആർക്കും ഉണ്ടാവാം. റസൂലുള്ളാഹിൻ്റെ സ്ഥാനം അതാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു ബന്ധം റസൂലുള്ളാഹിനോടുണ്ടെങ്കിൽ അത് ഉണ്ടാവാം. റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നത് പോലെ. അതെന്താ വെച്ചാൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നീ പറയുക എൻ്റെ ദാസരെ എന്നാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. തൻ്റെ നഫ്സുകളോട് അക്രമം ചെയ്ത എൻ്റെ ദാസരെ എന്ന് നീ പറയാന്ന് പറഞ്ഞു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അത് പറയുന്നത്. അതിനെന്ത് കാരണം എന്ന് വെച്ചാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയ സ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥാനം ഒമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ, നീ എറിഞ്ഞപ്പോൾ നീയല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. ഇന്നല്ലദീന യുബായൂനക ഇന്നമാ യുബായൂനല്ല, നിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുമ്പോൾ നിന്റെ കയ്യിലല്ല അള്ളാഹുവിൻ്റെ കയ്യിലാണ് ബയ്യത്ത്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കരങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കരണമാണ്. അതായത് ഒരാൾ നഫൽ കൊണ്ട് ഐച്ഛികമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ തഖറുബ്, അള്ളാഹുവിൻ്റെ ഖുർബിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒരു നിശ്ചിത ദൂരം എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ഇരുമ്പ് തീയിലിട്ടാൽ തീയിൻ്റെ ഗുണങ്ങൾ ഇരുമ്പിൽ പ്രകടമായി തീ പോലെ ആയിത്തീരും. അതിൻ്റെ അർത്ഥം ഇരുമ്പ് തീയായി എന്നല്ല, അതവിടുന്ന് മാറ്റിയിട്ടാൽ പോവും. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് തന്നെ മുഴുവൻ ഫനാ ചെയ്ത് റസൂലുള്ളാഹിക്ക് അള്ളാഹുവിൻ്റെ ലിഖാ ലഭിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അള്ളാഹുവിൻ്റെ പ്രഭാവങ്ങൾ വെളിപ്പെട്ടിരുന്നു. അവരുടെ റസൂലുള്ളാഹിൻ്റെ കൈവച്ച സ്ഥലത്ത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രോഗങ്ങൾ ശമിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാ സമയത്തും രോഗത്തിന് ആ ശമനം കൊടുക്കായിരുന്നത് അത് ശിർക്കായി പോകും ജനങ്ങൾക്ക്. അതിനുവേണ്ടി റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. അതേസമയത്ത് യുദ്ധത്തിലൊരു സഹാബി പറഞ്ഞ ഹദീസിൽ ഇപ്പോൾ 3 ദിവസം മുമ്പോട് ഞാൻ ഹദീസ് വായിക്കുമ്പോൾ കണ്ടാണ് തൻ്റെ കണ്ണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് പറയണത്, എൻ്റെ ഭാര്യ അടുത്ത സമയത്ത് ഞാൻ ചെയ്ത ഒരു വിവാഹമാണ്, ഞങ്ങൾ രണ്ടുപേരും യുവാക്കളാണ്, എൻ്റെ ഭാര്യ വളരെ സുന്ദരിയാണ്, പക്ഷേ ഞാൻ ഈ കോലത്തിൽ ചെന്ന ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല. യാ റസൂലുള്ളാഹി, എനിക്ക് അതിൽ ഭയങ്കര ഭാര്യനെ ആലോചിച്ച് എനിക്ക് സങ്കടം ഉണ്ടെന്ന്. അപ്പോൾ റസൂലുള്ളാഹി കണ്ണെടുത്തിട്ട് അങ്ങനത്തെ ഉള്ളിൽ വെച്ച് ഉമിനീര് കൊണ്ട് തുടച്ചങ്ങനെ വെച്ച് അതിനുശേഷം ആ കണ്ണ് ശരിയായി എന്ന് പറയുന്നു. ഈ ഷിഫാൻ്റെ വിഷയമുണ്ടല്ലോ, ഈ ഗുണം കാണിക്കുന്നത്, ഇത് റസൂലുള്ളാഹിൻ്റെ എല്ലാ സമയത്തും റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെളിപ്പെടുന്ന ചില സമയങ്ങളിൽ മാത്രം റസൂലുള്ളാഹി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ആ മണ്ഡലത്തിൽ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ അവന് റസൂലുള്ളാഹിനെ പിൻപറ്റിക്കൊണ്ടേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടൊരു പ്രത്യേക ബന്ധം ഒരാൾക്കുണ്ടാകുന്നു. ആ ബന്ധത്തെ വസീലയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് മിർസാ ഗുലാം അഹ്മദ് അലൈഹി സ്വലാം പറയുന്നത്, ആ ബന്ധമാണ് എനിക്കുണ്ടായ ബന്ധം. ആ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ, ജീവനുള്ള റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഥകളിലുള്ള റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇരുമ്പ് തീയിലിട്ടാൽ ഉണ്ടാകുന്ന ഗുണം പോലെ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ പ്രകടമായ റസൂലുള്ളാഹിനെ നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിൽ നേരിട്ട് കാണാൻ കഴിയുന്നു. റസൂലുള്ളാഹി തൊട്ട സ്ഥലങ്ങളും റസൂലുള്ളാഹി നടന്ന ഗേഹങ്ങളും റസൂലുള്ളാഹി ഇരുന്ന സ്ഥലങ്ങളും ഒക്കെ പുണ്യമാണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംരക്ഷണം ഇപ്പോഴും ഉണ്ട്. അന്ന് മലക്കുകൾ സംരക്ഷിച്ച് ഇന്നും സംരക്ഷിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. അതാണ് ഷായറുള്ള അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് ഹജ്ജിനൊക്കെ അവിടേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെയും ചെയ്താൽ പോരാ പണിയൊക്കെ. അപ്പോൾ ആ വിധത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും ആ കഴിവുകളുണ്ട്. അത് റസൂലുള്ളാഹിനെ പിൻപറ്റിയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇതാണ് റസൂലുള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് മിർസാ ഗുലാം അഹ്മദ് അലൈഹി സ്വലാം ഇൻഫാഖുൽ ഖുദ്സിയ, പരിശുദ്ധമായ ഊത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹിൻ്റെ ഈ സ്ഥാനവും മനുഷ്യൻ എങ്ങനെ തസവുഫിൽ ഏത് വിധത്തിൽ എങ്ങനെ പോകാമെന്നുള്ളതും അതിൻ്റെ മുൻകാല തസവുഫിൻ്റെ ആളുകൾ എന്തെല്ലാം പറഞ്ഞുവെന്നും അതിനെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശരിക്കും ഇസ്തിഗാസ എന്നുള്ള ലെവലിൽ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ സുന്നി മുജാഹിദ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമുള്ളതാണ്. അതായത് മുജാഹിദ് ഇത് അംഗീകരിക്കുന്നില്ല. അല്ല, അത് അതിൻ്റെ പ്രത്യക്ഷ വശത്തെക്കുറിച്ചാണ് നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുന്നത്. അത് മുജാഹിദിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുജാഹിദ് വരണ്ട ഭൂമിയാണ്, അവിടെ വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. മുജാഹിദ് എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. എന്താണെന്ന് വെച്ചാൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്ക്, അത് തെരഞ്ഞെടുത്തത് സഹാബത്ത്, അല്ലെങ്കിൽ താബീങ്ങൾ, അല്ലെങ്കിൽ താബീങ്ങൾ, ഒരു 3 ആളെ തലമുറ, അല്ലെങ്കിൽ ഒരു 6 ആളെ തലമുറ. അത് അവർ ശരിയാണോ തെറ്റാണോ എന്നാണ് ഇവർ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. സഹാബി ശരിയാവും. അപ്പോൾ കാന ബാദ തസാവുലി, അവൻ ചിലതൊക്കെ മറക്കാറുണ്ടായിരുന്നു എന്ന് എഴുതിയ ഹദീസ് ഒഴിവാക്കുക.
ഈ സഹാബത്തിൻ്റെ ചരിത്രം ചകഞ്ഞാലോചിച്ച് അതിനെന്താണ് മോശം, ആ സാബിക്ക് എന്താ കേട്, ഈ സാബിക്ക് എന്താ കുഴപ്പം, ഇതാണ് തിരയണവർ. അവരെന്തേലും ആയിക്കോട്ടെ, അവർ പറഞ്ഞ വാക്ക് ശരിയാണെങ്കിൽ അങ്ങനെ എടുത്താൽ പോരെ. അങ്ങനെ ഒരാളെ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനായിട്ട് പ്രവാചകന്മാരല്ലാതെ ഒരു മനുഷ്യനും ലോകത്ത് കാണാൻ കഴിയില്ല. മറവില്ലാത്തവനെ തിരഞ്ഞെടുക്കണം, ഒരിക്കലും ഒരു കാര്യം അറിയാതെ പറയാത്തവനെ തിരഞ്ഞെടുക്കണം. ഇങ്ങനെയുള്ള കാരണം ഒരു വരണ്ട ഇസ്ലാമാണത്. ഇസ്ലാമിനൊരു മാർദ്ദവമേറിയ, ഇസ്ലാമിനൊരു വെള്ളത്തിൻ്റെ അംശമുള്ള ഒരു ലോകമുണ്ട്, ജീവൻ്റെ അംശമുള്ളത്. അത് വിട്ടിട്ട് ഇപ്പോൾ തലികെട്ട് ഇങ്ങനെ കെട്ടണോ അങ്ങനെ കെട്ടണോ, കജ്ജി ഇങ്ങനെ കെട്ടണോ അങ്ങനെ കെട്ടണോ, കുഞ്ഞെങ്ങനെ കുഞ്ഞണം അങ്ങനെയാണോ, ഈ ഒരു ഭൗതികമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവർ ഉരുത്തിരിയുന്നതെങ്കിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗങ്ങളല്ല ഇതിലുള്ളത്. ആ കാര്യത്തിൽ സുന്നികൾ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടവരാണ്. കുറച്ച് ചില കാര്യങ്ങളിൽ അവർ അതിര് കവിഞ്ഞ് പോയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ചില കാര്യം മനസ്സിലാക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ഒരു കാര്യത്തിൽ മുജാഹിദീങ്ങളെക്കാളും മെച്ചം സുന്നിയാണെന്നും അതേപോലെ കുറച്ചൊക്കെ ഒരു പരിധി വരെ തബ്ലീഗ് ജമാഅത്ത് നല്ലതാണെന്ന് പറയുന്നത്. അതിലേറ്റവും മോശം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മൗലൂദിനെ കുറിച്ചിട്ട് മിർസ ഗുലാം അഹ്മദ് ഇസ്ലാമിനോട് ചോദിച്ചു, മൗലൂദ് ഓതാണോ? ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ സ്നേഹം വളരുകയാണെങ്കിൽ ഓദിക്കോന്ന് പറഞ്ഞു. ഏത് മൗലൂദ് എന്ന് ചോദിച്ചില്ല. മൗലൂദ് പല മൗലൂദാണ്. ചില മൗലൂദൊക്കെ ഓതിയാൽ ചിലപ്പോൾ നമ്മൾ അടങ്ങാം. ഞാനത് കുറേ ഓതി വയ്ക്കുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതൊരു അത്യാവശ്യം ഓതണമെന്ന് അയാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഒരു പരമ്പരാഗതമായിട്ടാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ വന്നിട്ടുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ 12 മക്കളുടെ പരമ്പരയിൽ ഞാൻ പരമ്പര എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ആ കുടുംബത്തിൽപ്പെട്ടാണ്. ഞങ്ങളെ ഫാമിലിയിൽ അത് മങ്കൂസ് മൗലൂദ് വലിയ കാര്യമായിട്ട് ഓതലുണ്ട്. സുന്നികളൊക്കെ എപ്പോഴും ഓതലുണ്ട്. എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ വായിൽ എപ്പോഴും അതെ വളക്കോട്ടേറ്റി കൊണ്ടുപോകണമെങ്കിലും ഓതും. പാടത്തേക്ക് വളക്കോട്ടേറ്റ് പോകണമെങ്കിലും ഈ മൗലൂദ് അല്ലെ യാസീൻ തൊള്ളിലുണ്ടാവും. പക്ഷേ അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്നേഹം വളരുന്ന മൗലൂദാണെങ്കിൽ ഓതാം. ബാക്കി അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് അത് വായിച്ചിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്.